എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണടയ്ക്കുക, ആഴത്തിലൊന്ന് ശ്വാസമെടുക്കുക. നിങ്ങൾക്ക് എന്തിനോടെല്ലാമാണ് ഭയമുള്ളത്? ഇരുട്ടിനോട്, ഉയരങ്ങളോട്, പാമ്പിനോട്, അതോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയോടോ? ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്ന, എന്നാൽ നമ്മെ തന്നെ സംരക്ഷിക്കുന്ന ഒരു വികാരമുണ്ട്. അതാണ് ഭയം. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ ഭയം നമ്മുടെ മനസ്സിലും ശരീരത്തിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഭയം എന്നത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരവും ശക്തവുമായ ഒരു അതിജീവനത്തിൻ്റെ ബോധമാണ്. അപകടം മുന്നിൽ കാണുമ്പോൾ നമ്മെ സംരക്ഷിക്കാൻ തലച്ചോർ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. ഭയമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആദിമകാലത്ത് തന്നെ അപകടങ്ങളിൽപ്പെട്ട് നശിച്ചു പോകുമായിരുന്നു എന്നതാണ് സത്യം. ഭയം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് യഥാർത്ഥ ഭയം, ഒരു സിംഹം മുന്നിൽ വരുന്നത് പോലുള്ള പെട്ടെന്നുള്ള യഥാർത്ഥ അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം. അനാവശ്യ ഭയം എന്നൊന്നുണ്ട്. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതോ അല്ലെങ്കിൽ മുൻപ് നടന്ന മോശം അനുഭവങ്ങളുടെ ഓർമ്മയിൽ നിന്നോ ഉണ്ടാകുന്ന ഭയം. ഇതാണ് പലപ്പോഴും ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റിയായി മാറുന്നത്. ഭയത്തിൻ്റെ ഉറവിടം നമ്മുടെ തലച്ചോറാണ്. ഇതിലെ പ്രധാന വില്ലൻ അമിഗ്ഡല എന്ന് അറിയപ്പെടുന്ന ചെറിയ ഭാഗമാണ്. ഇത് തലച്ചോറിൻ്റെ ഒരു അലാം സിസ്റ്റമായി പ്രവർത്തിക്കുന്നു. ഒരു അപകടകരമായ സാഹചര്യം വരുമ്പോൾ തലച്ചോറിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ കണ്ണും കാതും ആ അപകടത്തെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്നു. ഈ വിവരങ്ങൾ നേരിട്ട് അമിഗ്ഡാലയിലേക്ക് എത്തുന്നു. സെക്കൻഡിലെ 10% സമയം കൊണ്ട് അമിഗ്ഡാല അത് അപകടമാണെന്ന് തിരിച്ചറിയുകയും പേടിയുടെ സിഗ്നലുകൾ ശരീരത്തിലേക്ക് അയക്കുകയും ചെയ്യും. ഈ സിഗ്നലുകൾ കാരണം നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണരുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ ശരീരം പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന പ്രതികരണത്തിനായി തയ്യാറെടുക്കും. ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ലഭിക്കാൻ ഹൃദയം കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കും. അഡ്രിനാലിൻ എന്ന ഹോർമോൺ രക്തത്തിൽ കലർന്ന് രക്തത്തിന് പെട്ടെന്ന് കൂടുതൽ ഊർജം നൽകുകയും ചെയ്യും. പേശികൾക്ക് കൂടുതൽ ഓക്സിജൻ നൽകാൻ ശ്വാസം വേഗത്തിലാകാനും ഓടാനും പ്രതിരോധിക്കാനുമുള്ള തയ്യാറെടുപ്പിൽ കൈകളിലെയും കാലുകളിലെയും പേശികൾ മുറുകുകയും ചെയ്യും. തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്, അതായത് വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗം, താൽക്കാലികമായി നിർത്തലാക്കപ്പെടുകയാണ് അവിടെ. കാരണം ഒരു സിംഹത്തെ കാണുമ്പോൾ ചിന്തിക്കാൻ സമയമില്ല, രക്ഷപ്പെടുകയാണ് പ്രധാനം. ഈ ശാരീരിക മാറ്റങ്ങളെല്ലാം അതിജീവനത്തിനായി പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്നതാണ്. ഭയം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല, അത് ആവശ്യമില്ലതാനും. എന്നാൽ അനാവശ്യ ഭയത്തെയും ഉത്കണ്ഠയെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നടക്കാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത സമയത്ത് ഭയം ഉണ്ടാകുമ്പോൾ വേഗത്തിൽ ശ്വാസമെടുക്കുക. കാരണം ദീർഘമായി ശ്വാസം എടുക്കുന്നത് നമ്മുടെ നെർവ് സിസ്റ്റത്തെ ശാന്തമാക്കുകയും തലച്ചോറിനൊരു പോസിറ്റീവ് സന്ദേശം നൽകുകയും ചെയ്യും. ഞാനിപ്പോൾ സുരക്ഷിതനാണോ എന്ന് സ്വയം ചോദിക്കുക. യഥാർത്ഥത്തിൽ അപകടമുണ്ടോ അതോ മനസ്സിലെ ചിന്ത മാത്രമാണോ ഭയത്തിന് കാരണമെന്ന് വിലയിരുത്തുക. ചെറിയ തോതിലുള്ള ഭയങ്ങളെ നിയന്ത്രിത സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും നേരിടുക. ഉദാഹരണത്തിന്, ലിഫ്റ്റിനുള്ളിലെ ഭയം കുറയ്ക്കാൻ ആദ്യം കുറച്ച് സെക്കൻഡുകൾ ലിഫ്റ്റിൽ കയറി ഇറങ്ങുന്നത് പരിശീലിക്കുക. ഓർക്കുക, ഭയം നിങ്ങളുടെ ദൗർബല്യമല്ല, അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബുദ്ധിശക്തിയാണ്. നമ്മുടെ പൂർവികരെ അതിജീവിപ്പിച്ച അതേ സംവിധാനമാണ് ഇന്നും നമ്മുടെ ഉള്ളിലുള്ളത്. നിങ്ങൾ ഭയത്തെ തിരിച്ചറിഞ്ഞാൽ അത് അലാം എപ്പോഴാണ് മുഴങ്ങേണ്ടതെന്നും എപ്പോഴാണ് ശാന്തമാകേണ്ടതെന്നും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും.